അയോധ്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരൻ പിടിയിൽ. അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരനെ ഫരീദാബാദിൽ നിന്നാണ് ഗുജറാത്ത് ATS പിടികൂടിയത്. ഗ്രനേഡുകൾ ഉൾപ്പെടെ അബ്ദുൾ റഹ്മാന്റെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രോഹിണി, അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ സ്ഫോടനം നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഈ അബ്ദുൾ റഹ്മാൻ എന്ന ഇസ്ലാമിക ഭീകരന് ഉണ്ടായിരുന്നത്. ഇയാളെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും ഗുജറാത്ത് ATSഉം ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് STSഉം ചേർന്നുകൊണ്ടൊരു സംയുക്ത ഓപ്പറേഷൻ നടത്തി പിടിക്കുകയായിരുന്നു. ഇയാളുടെ പ്രായം 19 വയസ്സാണ്. ഇയാൾ ഉത്തർപ്രദേശിലെ അയോധ്യയോട് ചേർന്നുള്ള ഫൈസാബാദ് മിൽക്കിപൂർ സ്വദേശിയാണ്. അതായത് അയോധ്യ ജില്ലയിൽ തന്നെയാണ് ഇയാളുടെ സ്വദേശം എന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹരിയാനയിലെ ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇയാൾ നടത്തിയത്. വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് ഫരീദാബാദിലെ ഒരു ഗ്രാമത്തിൽ ഇയാൾ ജീവിക്കുകയായിരുന്നു. വളരെ മുൻപ് തന്നെ ഭീകര സംഘടനകളുമായി ഇയാൾക്കുള്ള ബന്ധം ഗുജറാത്ത് ATS കണ്ടെത്തിയിരുന്നു. അതിനാൽ ഈ അബ്ദുൾ റഹ്മാന്റെ പിന്നാലെ തന്നെ ഗുജറാത്ത് ATS ഉണ്ടായിരുന്നു. ഹരിയാനയിലേക്ക് ഇയാൾ എത്തിയ സാഹചര്യത്തിൽ ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ സഹായം ഗുജറാത്ത് ATS തേടുകയും അങ്ങനെ ഈ രണ്ട് ഏജൻസികൾ സംയുക്തമായി ഓപ്പറേഷൻ നടത്തി ഈ ഭീകരനെ പിടികൂടുകയായിരുന്നു. പിടികൂടുന്ന ഘട്ടത്തിൽ ഇയാളുടെ പക്കൽ ഗ്രനേഡുകൾ ഉണ്ടായിരുന്നു. ബാഗിൽ സൂക്ഷിച്ച നിലയിൽ ഗ്രനേഡുകൾ, അതോടൊപ്പം തന്നെ ബോംബുകൾ നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടിയ ഫരീദാബാദിലെ ഒരു മൈതാനിയിൽ ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ ബോംബ് സ്ക്വാഡ് എത്തി ഇയാളുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി. അതിനുശേഷം പിന്നീട് ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ അഹമ്മദാബാദിൽ വിശദമായി ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് വിശദമായി ഈ അബ്ദുൾ റഹ്മാൻ എന്ന 19-കാരനെ ചോദ്യം ചെയ്യുകയാണ്. ഇയാളൊരു കൊടും ഭീകരനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചോദ്യം ചെയ്യലിലാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഒരു ഭീകരാക്രമണം നടത്തുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള പരിശീലനവും അതിനുവേണ്ടി ചില കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനെയും തിരക്കിലായിരുന്നു താനെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തി എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് ATS വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു ഭീകരാക്രമണം അത് കൃത്യമായി തന്നെ സുരക്ഷാ സേന തടഞ്ഞിരിക്കുന്നു. ഗുജറാത്ത് ATSഉം ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സമയബന്ധിതമായി നടത്തിയ നീക്കമാണ് ഇപ്പോൾ ഈ കൊടും ഭീകരൻ പിടിയിലാകാനുള്ള സാഹചര്യം ഒരുക്കിയത്. രോഹിണി. ശരി ഗൗതം, അയോധ്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരൻ പിടിയിൽ. അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരനെ ഫരീദാബാദിൽ നിന്നാണ് ഗുജറാത്ത് ATS പിടികൂടിയത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.